8 പട്ടാളക്കാർ, പട്ടാള കമാൻഡർ അടക്കം ഇന്നിപ്പം ഇവിടെ മരിച്ചിട്ടുണ്ട്. സൈബർ പഖ്തൂൺഖ്വ ഏരിയക്ക് കുറച്ച് താഴെയായിട്ട് മരിച്ചിട്ടുണ്ട്. നമ്മൾ പേഷാവറിനടുത്ത് മരിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മരിച്ചിട്ടില്ല, കൊന്നു കളഞ്ഞ് ചത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ അറിയുന്നത് നമ്മുടെ ISISന്റെ ഒരു കിടിലം ഈ പേഷാവറിനടുത്ത് അവരുടെ പട്ടാള ക്യാമ്പിനകത്ത് തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്ത് ജീവിപ്പിക്കുന്ന കുറെ ISISന്റെ നേതാക്കളുണ്ട്. പട്ടാളത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ, പേഷാവറിനടുത്തുള്ള പട്ടാളത്തിന്റെ ഗസ്റ്റ് ഹൗസിലാണ് അവർ താമസിക്കുന്നതാണ് പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ ആർമിയുടെ ഗസ്റ്റ് ഹൗസിൽ. അതിലൊരുത്തൻ, അവന്റെ പേരെന്ന് പറയുന്നത് നുസ്രത് പെഹൽവാൻ. നുസ്രത് പെഹൽവാൻ എന്ന് പറയുന്ന ഒരു ബ്രിഗേഡ് തന്നെയുണ്ട് ISISനകത്ത്. ഈ നുസ്രത് പെഹൽവാനെ ഏതോ ഒരു അജ്ഞാതൻ അങ്ങ് താക്കി. തീർന്നു, കഴിഞ്ഞു, കട്ടയും ബോർഡും മടങ്ങി. അതിപ്പോ കിട്ടുന്ന വാർത്തയാണ്. അപ്പൊ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? തെഹ്രീക്കെ താലിബാനും ബലൂചിസ്ഥാൻ ആർമിയും തെഹ്രീക്കെ ലെഫ്റ്റ് പാകിസ്ഥാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സൈനബി യോങ് ബ്രിഗേഡും എല്ലാരും പണി തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം പാകിസ്ഥാനെ 4 ചുറ്റിലും വളഞ്ഞ്, ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും നോർത്തിലും ഒക്കെ വളഞ്ഞ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കൂടെ നിൽപ്പുണ്ട്. ഒരു സൈഡിൽ ഇറാനും നിൽപ്പുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ കാര്യം കട്ടപ്പുക. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.